ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ആള് ജഡ്ജിയൊന്നുമല്ല. ഇവൻ തീരുമാനിക്കുന്ന പോലെ മലയാള സിനിമ വരണം, ഇവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ അശ്വന്ത് ഗോക്കിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവനൊരു കട്ട ലാലേട്ടൻ ഫാനോ അല്ലെങ്കിൽ ചെറിയ തോതിൽ ലാലേട്ടൻ ഫാനോ ഒന്നുമല്ല. ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കണ്ട കമന്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മോനെ, കൊക്കൊരു കട്ട ലാലേട്ടൻ ഫാനാണ്, ലാലേട്ടൻ ഫാനാണ് കൊക്ക്, അശ്വന്ത് ഗോക്ക് ഒരു മികച്ച കനത്ത ലാലേട്ടൻ ഫാനാണ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് മോഹൻലാൽ കട്ടി മീശ വെച്ച് താടിയൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഈ മോഹൻലാലിനെ കുറിച്ച് അശ്വന്ത് ഗോക്ക് നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മോഹൻലാൽ താടി വെടിച്ചാൽ വെറും മൊണ്ണ ലുക്കാണെന്നും മോഹൻലാലിന് താടി വെടിച്ച് ഇനി ഒരിക്കലും അഭിനയിക്കാൻ പറ്റില്ലെന്നൊക്കെ ഇവൻ പറഞ്ഞുണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഇതിനെ എതിർത്തുകൊണ്ട് മോഹൻലാൽ എന്ന വ്യക്തിയുടെ പക്ഷം പിടിച്ച് അശ്വന്ത് ഗോക്കിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും അശ്വന്ത് ഗോക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ്. ഈ അശ്വന്ത് ഗോക്കിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല, ഈ കമന്റ് ഇടുന്ന വ്യക്തികൾ പറയുന്നത് അശ്വന്ത് ഗോക്ക് കട്ട ലാലേട്ടൻ ഫാനാണെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കട്ട ലാലേട്ടൻ ഫാനായിട്ടുള്ള വ്യക്തിയാണോ ഇങ്ങനെ മോഹൻലാലിനെ ഹരാസ് ചെയ്ത് സംസാരിക്കുന്നത്? അതിന് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്തു വേണമെങ്കിലും സംസാരിക്കാവോ? അതാണോ ഒരു നല്ല സ്വഭാവം? ഇവൻ എന്തൊക്കെ പറഞ്ഞാലും കുറെ ആൾക്കാർ ഈ അശ്വന്ത് ഗോക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു. എനിക്ക് പറയാനുള്ളത് ഈ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ അശ്വന്ത് ഗോക്കിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവനൊരു കട്ട ലാലേട്ടൻ ഫാനോ അല്ലെങ്കിൽ ചെറിയ തോതിൽ ലാലേട്ടൻ ഫാനോ ഒന്നുമല്ല. അവൻ വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ മോഹൻലാൽ എന്ന വ്യക്തിയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ഇവന് ഇഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രം മോഹൻലാൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വലിച്ചങ്ങ് കീറി ഒട്ടിക്കുകയാണ്. ഇവൻ പറയുന്നത് ഇവൻ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വേറെ ആരും പോയി കാണരുതെന്നാണ്. പിന്നെ അതിന്റെ വേറൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ കുറച്ചധികം പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തിയെ എടുത്ത് ട്രോളുക, അവരെ കുറ്റം പറയുക. ഇതൊക്കെ കേൾക്കാനും കാണാനും നമ്മുടെ ഈ സമൂഹത്തിൽ ആളുകളുണ്ട്, കമന്റ് ഇടും അവർ. അപ്പോൾ ഈ അശ്വന്ത് ഗോക്കിന് അങ്ങനെ കുറെ പൈസ കിട്ടും. അതൊക്കെയാണ് ഇവന്റെ ലക്ഷ്യം. ഇപ്പൊ മെയിനായിട്ടും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ആർക്കെങ്കിലും ചീപ്പ് പബ്ലിസിറ്റി വേണമെങ്കിൽ ഉടനെ മോഹൻലാലിനെ എടുത്ത് ട്രോളും. അത് മോഹൻലാൽ ഒരു പാവം മനുഷ്യനായതുകൊണ്ട് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ നിൽക്കത്തില്ല. നിങ്ങൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ എന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. അതിനകത്ത് 50% ആൾക്കാർ ഞാൻ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരായിരിക്കും കട്ട ജെനുവിൻ മോഹൻലാൽ ഫാൻ. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ആരും അത് അംഗീകരിക്കത്തില്ല. അത് റോങ് ആണെന്ന് തന്നെ നമ്മൾ തിരുത്തും. അപ്പൊ ഇതിനെതിരെ ഒരു ബാക്കി 50% ഇട്ടവർ പറയുന്നത് ഈ അശ്വന്ത് ഗോക്ക് കട്ട മോഹൻലാൽ ഫാനാണ്, ലാലേട്ടൻ ഫാനാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും വലിയ ഫാനായിട്ടുള്ള ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഈ വീഡിയോയ്ക്കകത്തൂടെ ഈ അശ്വന്ത് ഗോക്കിനോട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത്, ഈ അശ്വന്ത് ഗോക്കിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച കുറച്ച് ആളുകളോടാണ്. നിങ്ങൾക്ക് സ്വയമേ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് വേണ്ടി പ്രതികരിക്കുക, അല്ലെങ്കിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്വയമായൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരുത്തനെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്. അതാണ് മികച്ച ഒരു തീരുമാനം. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ജെനുവിനായിട്ട് പെരുമാറൂ, മനസ്സിലാക്കൂ, വസ്തുതാപരമായ തീരുമാനങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ. ഈ അശ്വന്ത് ഗോക്ക് എന്ന വ്യക്തി കട്ട മോഹൻലാൽ ഫാനൊന്നും അല്ല. അവന് മോഹൻലാൽ എന്ന വ്യക്തിയോടെ എന്തോ കലിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി ചെയ്യുന്ന എല്ലാ സിനിമകളും എടുത്തിട്ട് ട്രോളുക, പുള്ളിയുടെ വെറും ലുക്കിനെ വരെ ട്രോളുക, എന്ത് വേണ്ട സകലമാന വൃത്തികേട് ഇവൻ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെ കമന്റ് ഇടുന്നവരൊന്ന് സൂക്ഷിക്കുക. സ്വന്തമായി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. അതല്ലാതെ വേറെ ഒരുത്തന്റെ കൂട്ടുപിടിച്ച് അവനെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ആള് ജഡ്ജിയൊന്നുമല്ല. ഇവൻ തീരുമാനിക്കുന്ന പോലെ മലയാള സിനിമ വരണം, ഇവന്റെ ഇഷ്ടത്തിനനുസരിച്ച് മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവനല്ല ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇത് കേട്ട് നിങ്ങൾ തുള്ളാതിരിക്കുക. നിങ്ങളുടെ മൈൻഡ് കൺവേർട്ടായി പോകുന്നുണ്ട്. നിങ്ങളൊരു അശ്വന്ത് ഗോക്കിന്റെ അഡിക്റ്റായി മാറുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.